എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, 3 നിലകളിലാണ് ദൈവം തൻ്റെ ജനത്തെ തിരുത്തുന്നത്, അല്ലെങ്കിൽ ശാസിച്ച് നേരായ വഴിയിൽ നടത്തുന്നത്. അതിലൊന്നാണ് ബാലശിക്ഷ. അത് നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അപ്പൻ സ്നേഹിക്കുന്ന ഏത് മകനെയും തല്ലുന്നു. അപ്പൊ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വായിക്കുന്നു, യാക്കോബ് പറയുന്ന കാര്യം പരീക്ഷയുണ്ട്. നമുക്കറിയാം, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് പരീക്ഷയുണ്ട്. ഈ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചിലർക്ക് അസ്വസ്ഥയുണ്ട്, ഒരുപാട് പ്രയാസമുള്ളവരുണ്ട്, ടെൻഷൻ ഉള്ളവരുണ്ട്, തലവേദന എടുക്കുന്നവരുണ്ട്. അപ്പോൾ കാരണം അതിനെ നേരിടാനുള്ളതായ ഉൾക്കരുത്ത്, ധൈര്യം കുറവായതുകൊണ്ടാണ്. എന്തിനാണ് ഈ പരീക്ഷ? കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പരീക്ഷയൊന്നുമില്ലെങ്കിൽ എത്ര സന്തോഷമായിരിക്കും. അപ്പോൾ ഈ പരീക്ഷ എന്തിനാ? ഒരു പ്രൊമോഷന് വേണ്ടിയാണ് ഈ പരീക്ഷ. ഈ പരീക്ഷയിൽ പാസ്സായാൽ ഒരു പ്രൊമോഷൻ അവർക്കുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എന്തെന്നാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊരു പരീക്ഷയായിരുന്നു. പക്ഷെ അബ്രഹാമിന് അത് പരീക്ഷയാണെന്ന് അബ്രഹാമിന് അറിയത്തില്ല. അബ്രഹാം ഈ പരീക്ഷയിൽ പാസ്സായി. ദീർഘവർഷങ്ങൾ കാത്തിരുന്നു. ലഭിച്ച വാഗ്ദത്ത സന്തതി, അവനെ യാഗമർപ്പിക്കുന്ന കാര്യം ദൈവം പറയുമ്പോൾ എങ്ങനെ ഒരു വ്യക്തിക്ക് അതിനെ നേരിടാൻ കഴിയും? പക്ഷേ അബ്രഹാം അതിൽ പാസ്സായി. അബ്രഹാം തന്റെ മകനോട് പറയുന്ന ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. യാഗത്തിന് വേണ്ടി പോകുന്ന വഴിയിൽ മകൻ ചോദിക്കുന്നു, അപ്പ കത്തിയുണ്ട്, വിറകും തീയും എല്ലാം ഉണ്ട്, യാഗമൃഗമില്ലല്ലോ. ഏത് പിതാവിന്റെയും ഹൃദയം തകരുന്ന ഒരു ചോദ്യമാണ്. ഞാൻ നേരത്തെ ആ കാര്യം ഓർപ്പിച്ചുള്ളതാണെങ്കിലും ഈ സാഹചര്യത്തിൽ വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. ഉടനെ അബ്രഹാം പറയുകയാണ്, ദൈവം കരുതിക്കൊള്ളും. അപ്പോൾ വിശ്വാസത്തിന്റെ വാക്കുകളാണ് അബ്രഹാം പറയുന്നത്. സത്യത്തിൽ ഇസ്ഹാക്കിനോട് സത്യം പറഞ്ഞാൽ വേദന ഉണ്ടാകും. മകനെ, നിന്നെയാണ് യാഗം അർപ്പിക്കാനായിട്ട് ദൈവം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മകന് സഹിക്കുകയില്ല. സത്യം പറഞ്ഞാൽ മുറിവേൽക്കുന്ന ഇടങ്ങളിൽ വിശ്വാസം പറയണം. സത്യം പറഞ്ഞാൽ മകന് മുറിവേൽക്കും. അവിടെ അബ്രഹാം വിശ്വാസം പറഞ്ഞു. ദൈവം ഒരു മൃഗത്തെ കരുതിക്കൊള്ളും എന്ന് വിചാരിച്ച് വ്യാജം പറയണമെന്ന് അല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. വ്യാജം പറയാൻ പാടില്ല. ഇവിടെ നാം വായിക്കുമ്പോൾ പരീക്ഷ, അബ്രഹാമിന്റെ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ നമ്മൾ ഓർത്ത് നോക്കി. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഒരു വലിയ പ്രമോഷൻ കൊടുക്കുക. ദൈവം നമുക്ക് പരീക്ഷ തരുന്നത് നമ്മെ തകർക്കുവാനല്ല. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വ്യക്തമായി പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. 10-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അപ്പൊ സഹിക്കാവുന്നതിലും മീതെ പരീക്ഷ ദൈവം നമുക്ക് തരുന്നില്ല.
പരീക്ഷ അവൻ തന്നാൽ പോക്കുവഴിയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, വിവിധ തരത്തിലുള്ള പരീക്ഷയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു പോക്കുവഴി ദൈവം കണ്ടിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.